ഇക്കായും പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഉമ്മ അവിടെ ഇല്ല, മകളും അവിടെ ഇല്ല. അപ്പോൾ എന്താ തുടങ്ങാമല്ലേ? അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും സുഖമാണ്. അതും പറഞ്ഞിട്ടാണ് ഇവളെല്ലാം തുടങ്ങൽ. അപ്പോൾ ഇന്നത്തെ എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? ഇന്നിപ്പോൾ ഇവളെ ഉമ്മാക്ക് അവിഹിതം വെച്ച് കെട്ടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തട്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക. അതായത് ഒരു മുറ്റത്താണ് രണ്ട് വീട്, വ്യക്തമായിട്ട് പറയണം. അപ്പോൾ വാപ്പ പള്ളിയുടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. നമ്മൾ വന്ന ഒരു 10 മിനിറ്റിനകത്ത് ഒരു ചായ ഇട്ടു. ഞാൻ ഇക്കായി അവിടെ ഇരുന്ന് കുടിക്കുന്ന സമയത്ത് ഒരാട്ടോ വന്നു. ഇവിടെ നമ്മുടെ ഈ ചെറിയ ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ കഥ പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവൾ കഥ പറയാൻ തുടങ്ങുകയാണ്. നമ്മൾ രണ്ടാൾ പുറത്തു പോയി വന്നിട്ട് ഒരു ചായ ഇട്ട് പുറത്തുനിന്ന് വീട്ടിൻ്റെ പുറത്തുനിന്ന് ചായ കുടിക്കുന്ന ഒരു അവസരത്തിൽ ഒരാട്ടോ വന്നു എന്ന് പറഞ്ഞു കേട്ടോ. ആ ഓട്ടോയിൽ ആരും ഇല്ലെന്ന് നോക്കണ്ടേ? നമുക്ക് കണ്ടോക്കാം. ആട്ടോ അല്ല, ചടയമംഗലം ആട്ടോ വന്നു, തിരികെ പോയി. 5 മിനിറ്റല്ല 2 മിനിറ്റിനകത്ത് ആട്ടോ തിരിഞ്ഞു പോയി. എൻ്റെ പഠിച്ചോനെ, ആ ഓട്ടോ വന്ന സമയം ആ ഓട്ടോ തിരിച്ചു പോയ സമയം എത്ര കൃത്യമായിട്ടാണെന്നോ ഇവൾ പറയുന്നത്. അതിൻ്റെ ബേക്കിൽ നിന്ന് എൻ്റെ വാപ്പ നടന്ന് കയറി വന്നു. വാപ്പ അകത്ത് കയറി. ഞാൻ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് ഞായറാഴ്ച ഇവരൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വാപ്പായെ വിളിച്ചപ്പോൾ വാപ്പ കടയിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വാപ്പാരുടെ അടുത്ത് ചോദിച്ചു, ഇന്നലെ അവിടെ ആര് വന്നു? ആരും വന്നില്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വാപ്പാരെ തൊട്ട് ഫ്രണ്ടിൽ കൂടെയാണ്. അത് ഉമ്മായൊക്കെ പാരിപ്പള്ളിയിൽ പോയി, മോക്കൊരു കുലുസു അടിക്കാൻ പോയി. ഞാൻ ചോദിച്ചു എവിടെ? ഈ ഉമ്മാനെ 100,000 കുറ്റവും പറയും. എന്നിട്ട് ആ ഉമ്മാരെ നീക്ക് പോക്ക് ഒരു എന്താ പറയുക കണക്കും കഴിയും ഇല്ലാണ്ട് ആ ഉമ്മച്ചി എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങോട്ടാണ് വരുന്നത്, ഏത് സമയം പോകുന്നത്, ഏത് സമയം വരുന്നത്, ഏത് വണ്ടിയിൽ പോകുന്നത്, ഏത് വണ്ടിയിലാണ് തിരിച്ചു വരുന്നത്, ഇതെല്ലാം നോക്കൽ ഇവളെ പണി. എടി, നീ നിൻ്റെ ഉമ്മാനെ 100,000 കുറ്റം പറയുന്നുണ്ടല്ലോ. ആ ഉമ്മാരെ വൈക്ക് വിട്. അതാണ് ഒരു പെണ്ണ്. പൈസ കാരണം 1 രൂപയ്ക്ക് നിവർത്തിയില്ലാതെ നിൽക്കുന്നതാണ്. ഉമ്മാക്ക് നിവൃത്തിയില്ല ഒരു 5-ൻ്റെ പൈസക്ക്. പക്ഷെ ഇവള് വലിയ പൈസക്കെത്തി. കാരണം ഇവള് 2-3 യൂട്യൂബ് ചാനലിൻ്റെ മുതലാളിയാണല്ല. അപ്പം ഉമ്മാക്കൊരു ഉറപ്പില്ല. അപ്പോൾ ഉമ്മാക്ക് എവിടെ നിന്ന് പൈസ കിട്ടി? കാരണം ആ ഓട്ടോ പിടിച്ച് പോയത് എവിടേക്കാ? ഇവളെ മോക്ക് കൊലുസ് വാങ്ങാൻ. കൊലുസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെല്ലാം പാദസരം എന്നാണ് പറയൽ, ഓരോ നാട്ടിൽ കൊലുസ്. അപ്പം ആ കൊലുസ് വാങ്ങാൻ ഉമ്മാക്ക് ഇടുന്ന പൈസ എന്ന് ഇവൾ ചോദിക്കുന്നു. എവിടെ നിന്ന് പൈസ? അപ്പോഴും പറഞ്ഞു പൈസ ഞാൻ ഹക്കീമിൻ്റെ വിളയെന്ന്, അതായത് ഉമ്മാരെ മൂത്ത സഹോദരൻ്റെ വിളയിൽ തേക്ക് കൊടുത്ത് ആ പൈസ. അപ്പം ഞാൻ പറഞ്ഞു വാപ്പ നിങ്ങൾ കള്ളം പറയല്ലേ വാപ്പ. അപ്പോൾ വാപ്പ പറഞ്ഞെന്നറിയുമ്പോൾ ഞാൻ പള്ളിയുടെ മുമ്പ് വെച്ച് കള്ളം പറയുമോ മോളെ? അതിനു മുമ്പ് ഉമ്മായ ഒരാൾ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച. റഹീമിനെ വീഡിയോ കോൾ വിളിയും ഓഡിയോ കോൾ വിളിയും ഉണ്ടെന്നും മോള് കുലിസിന് ആവശ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ഈ മനുഷ്യന്മാർക്കിടയിൽ സംശയം വന്നിട്ടുണ്ടല്ല, അത് ഏറ്റവും വലിയൊരു രോഗം. ഈ ലോകത്തെ വലിയ രോഗം, മാരകമായ രോഗത്തിനെക്കാട്ടും ഏറ്റവും വലിയ രോഗമാണ് ഈ സംശയ രോഗം. അതുപോലെ ഒരു സംശയ രോഗമാണ് ഇപ്പോൾ ഇവളെ ഉമ്മാരെ ഇവളെ ഉമ്മാക്കും പിന്നെ ഇവളാദ്യം കല്യാണം കഴിച്ച ഭർത്താവും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇവൾ സംശയിക്കുന്നു. സംശയം മൂത്ത് വയ്യ പ്രാന്താവും. സത്യത്തിൽ ഇവൾ ഓൾറെഡി എന്താണ് അരവട്ടായിട്ടുള്ളത്. അപ്പം ഇനി ഇതിങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നത്, വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്ന കാലത്തോളം, സംശയങ്ങൾ നമ്മളെ മനസ്സിൽ പെരുകുന്ന കാലത്തോളം ഇവിടെ നിന്ന് വഷളായി പോവുകയുള്ളൂ. അപ്പോഴും മോള് വെള്ളി കുലിസിന് ആവശ്യപ്പെട്ടു എന്ന് ഉമ്മ അവരോട് പറഞ്ഞു. വാപ്പാരെ ഫോണിലല്ല റഹീം വിളിക്കുന്നത്, ഉമ്മാരെ ഫോണിലാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പലതവണയും ബന്ധം തീർന്ന്, അതായത് നമ്മൾ കുറച്ച് എഗ്രിമെന്റ് സൈൻ ചെയ്താണ് വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് കുട്ടിയുടെ ചെലവെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അന്ന് ഗൾഫിലാണ്. അവൻ്റെ അളിയൻ പറഞ്ഞ് അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ, ഇത്രയും വർഷമായി കുട്ടിയെ നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജനങ്ങൾ അറിയണം. കാരണം അന്നും ജനങ്ങൾ അറിയണം എന്താ നിൻ്റെ ഈ തീട്ടക്കേസ് നാറ്റക്കേസ്, നിൻ്റെ ജീവിതത്തിലെ ഈ നാറ്റക്കേസ് ജനങ്ങൾ അറിയണം. എടി ഉളുപ്പില്ലാത്തവളെ, നിനക്ക് വേറൊന്നും പണിയില്ലെങ്കിൽ നീ ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു യുവതിയല്ലേ, പോയിട്ട് 10 സലാത്തല്ലടി, അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് ഖുറാനോത്. അല്ലാണ്ട് ഇങ്ങനെ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ സ്വന്തം ഉമ്മാനെയും പിന്നെ ആദ്യം കല്യാണം കഴിച്ച നിൻ്റെ ഭർത്താവിനെ പറ്റിയിട്ട് അവിഹിതം പറയലല്ല വേണ്ടത് കേട്ടോ. 10 സലാത്തല്ലടി. ഗൾഫിൽ അതായത് ഞാൻ പ്രസവ സമയത്തിന് പോകുമ്പോഴും ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും
ഇവരാണ് റഹീമിൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ പലതവണയും വിലക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നമൊക്കെ ആയപ്പോൾ ഉമ്മയ്ക്ക് ഒരു ചവിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു റഹീം. ഉമ്മാക്ക് റഹീം ചവിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ വകയിലെ ബോണസ് ആയിരിക്കും നിൻ്റെ ഉമ്മാക്ക് കൊടുത്തത്. പക്ഷെ അതൊന്നും മനസ്സിലാക്കേണ്ട കഴിവ് ഉമ്മാക്കില്ല. പക്ഷെങ്കിൽ ഏതൊരു ഉമ്മയായാലും സ്വന്തം മകളുടെ ഭർത്താവ് എന്ത് ചെയ്താലും അത് എന്താ പറയുക, അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് നിൽക്കും. പിന്നെ അവരെന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് നിൽക്കും. അത് സ്വാഭാവിക അടി. അതിങ്ങനെ ഈ പബ്ലിക്കിൽ വന്നിട്ട് വിളിച്ച് പോവുകയല്ല വേണ്ടത്. നല്ല മാന്യമായിട്ട് പറയുന്ന നിൽക്കുന്നില്ലേ. റഹീമിൻ്റെ അടുത്ത് നിന്ന് ഉമ്മാക്ക് ചവിട്ട് കിട്ടീന്. റഹീം അവിടെ വരാൻ കാരണം നിൻ്റെ ബന്ധമാണ്, നിന്നെ കല്യാണം കഴിച്ചിട്ട്. അപ്പം നിന്നെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ ഉമ്മാക്ക് കിട്ടിയൊരു സമ്മാനം. ഭയങ്കര പ്രശ്നമായതാണ് ചടയമംഗലം സ്റ്റേഷനിലൊക്കെ കൊടുത്ത്. എന്നിട്ട് ഉമ്മ ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉമ്മാരുടെ അടുത്ത് പലതവണയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫോണിൽ അവൻ വിളിക്കുമ്പോഴും കുടിച്ചുകൊണ്ട് വിളിക്കുമ്പോഴും ഞാൻ ദേഷ്യത്തിൽ സംസാരിച്ച് വാപ്പാരുടെ അടുത്ത് കൊടുക്കുമ്പോഴും ഉമ്മയ്ക്കിഷ്ടം അവൻ്റെ കൂടെ നിൽക്കാനാണ്, അവൻ്റെ കൂടെ സംസാരിക്കാനാണ്. ഇവളുടെ ഒരു ഗതികേട് നോക്കിക്കോ. കാരണം വെച്ചാൽ ഇവള് 4 ആളെ കല്യാണം കഴിച്ച് 4 ആളും കുടിയൻ. സത്യത്തിൽ 4 ആളും കുടിയനല്ല. കുടിയനല്ലാണ്ട് വന്നിട്ട് കുടിയനായതാണോന്നറിയില്ല. കാരണം ഇവളെ സ്വഭാവം കൊണ്ട് ഇങ്ങനെ ഒരു 4 ആളെ കല്യാണം കഴിച്ച് 4 ആൾ കുടിയനായാലുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്ന് വെച്ചാൽ ഇവൾ പറയുന്നത് എങ്ങനെയാണ്, 3 ആളെ കല്യാണം കഴിച്ച് 3 ആളെയും കുടി കൊണ്ട് മാത്രമാണ് 3 ആൾക്കാർ 3 ഭർത്താക്കന്മാർ ഞാൻ ഒഴിവാക്കിയത്. ഇപ്പം 4ാമത് കെട്ടിയതോ അത് അതിനാൻ കാട്ടിയും വലിയ കുടിയൻ. പക്ഷെ അവനിങ്ങനെ കൊണ്ടുകൊണ്ട് പോകുന്നുണ്ട്. അതെപ്പോഴാന്ന് കുടിച്ചിട്ട് ഇവളെ തലക്കടിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇവളെന്തോ ഒരു ഭാഗ്യക്കേടാ, എന്തോ ഒരു ഗതികേടാറ്റാൻ തോന്നും. 4 കെട്ടിയിട്ട് 4 കുടിയന്മാർ. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഗൾഫിൽ വെച്ച് വിളിക്കുമ്പോൾ നെറ്റ് കോൾ ചെയ്യുന്നാലും വിളിക്കുന്ന അന്ന് ഈ വാട്സപ്പ് ഒന്നുമില്ല. അപ്പം ഞാൻ ചോദിക്കും എന്തിന് എൻ്റെ ഉമ്മയെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിന്നെയും നിൻ്റെ ഉമ്മയെയും എന്താണ് മേയ്ക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറയും. പല തവണ ഈ കാര്യത്തിന് നമ്മൾ പിണങ്ങിയിട്ടുണ്ട്. ഞാൻ വാപ്പാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാപ്പ ഈ റഹീം ഉമ്മയെ വിളിക്കുന്നത് വെളുപ്പാങ്കാലത്ത് 12 മണി 1 മണി സമയങ്ങളിലൊക്കെ റഹീമിൻ്റെ കോളും എൻ്റെ ഉമ്മാരെ ഫോണിൽ വരും. പിന്നെ ഈ പുതിയ നമ്പർ ഉമ്മ കൊടുത്തതാണ്. ആദ്യം ഒരു 3152 ലാസ്റ്റ് നമ്പർ ഉമ്മക്കുള്ളായിരുന്നു. അതിന് ശേഷം എടുത്ത സിമ്മാണിത്. ഈ സിം നമ്പർ വരെ ഉമ്മ കൊടുത്തു. നമ്മൾ വട്ടക്കൈതയിലായിരുന്ന സമയത്തും ഇവിടെ സൽക്കരിച്ചിരുത്തി ചായയും കൊടുത്ത് വെള്ളവും കൊടുത്ത് എൻ്റെ സഹോദരൻ പോയതിന് ശേഷം പുറത്ത് പോയതിന് ശേഷമാണ് ഇവൻ വരുന്നത്. അന്ന് അവർ വാടകയ്ക്ക് താഴെ താമസിക്കുകയാണ്. വാടക പോലും കൊടുക്കാൻ നിവർത്തിയില്ലാതെ തന്നെ തിരിച്ചിഞ്ഞ് കയറിയതവർ. എന്നിട്ട് അതും എൻ്റെ പേര് 2 മാസത്തെ വാടക പെൻഡിങ് ഉണ്ട്. എൻ്റെ സ്വർണ്ണം മൊത്തം ലേലത്തിൽ പോക്കി. സാരമില്ല, അവരിട്ട സ്വർണ്ണമാണ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്ത് മുത്തുമോൻ്റെ സ്വർണ്ണം ഉണ്ട് കേട്ടാ, അതൊക്കെ അവിടെ നിന്നോട്ടെ. അങ്ങനെ ശനിയാഴ്ച നോക്കിയപ്പോൾ ഒരാൾ വന്നിട്ട് ആട്ടോയിലിരുന്ന് തിരിച്ചു പോകണം. അപ്പോൾ ഇക്കൻ്റെ അടുത്ത് പറഞ്ഞ എടി ഇതുകൊണ്ട് ആ ആട്ടോയിലൊരു വെള്ള മുണ്ടെടുത്ത ഒരാളുണ്ട്. ആ വെള്ള മുണ്ടിലെ കുലിസാണ് നിങ്ങൾ കണ്ടത്. റഹീം മുണ്ടേ ഉടുക്കൂ, ഉമ്മാരെ പ്രായമുണ്ട്. വാപ്പയില്ലാതെ ഒറ്റയ്ക്ക് മകളെ ബന്ധം തീർന്നു നിന്ന ഭർത്താവുമായിട്ട് പോവാൻ ഈ സ്ത്രീക്ക് നാണമില്ലേ? കുടുംബത്താരുമില്ലേ ചോദ്യം ചെയ്യാൻ? കുടുംബത്താരില്ലേ? ഒരു ഓട്ടോയിൽ, അതും കർട്ടൻ പിടിച്ചിട്ടേക്കുന്നു, മറ്റേ സൈഡ് ഷീറ്റ് പിടിച്ചിട്ടേക്കുന്നു. ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണ്, ഒരു പക്വത പോലും ഇല്ലാത്തൊരു പെൺകുട്ടി അതിനകത്ത് ഇരിക്കുന്നു. അന്യ സ്ത്രീയാണ് ഉമ്മ, അന്യ സ്ത്രീയാണ് റഹീം. വീഡിയോ കോൾ വിളിക്കേണ്ട കാര്യം ഇല്ല. മസ്റൂറാക്ക് 18 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോയി കാണാൻ തോന്നുമ്പോൾ വീഡിയോ കോൾ വിളിക്കാം. അത് ഉമ്മരെ ഫോണിൽ ഇരുത്തിയിട്ട് മടിയിലിരുത്തിയിട്ട് അവളോട് സംസാരിക്കുമ്പോഴും ഉമ്മയാണ് കാണുന്നത്. ഉമ്മയ്ക്ക് അന്യപുരുഷനാണ് അവൻ, മരുമക്കള് അന്യപുരുഷൻ. കാരണം ബന്ധം തീർന്നു പോയി, അന്യപുരുഷൻ തന്നെയാണ്. അങ്ങനെ ഞാൻ വാപ്പാരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ വാപ്പ ഇങ്ങനെ കള്ളം പറഞ്ഞു. പള്ളിയുടെ മുമ്പ് ഇരുന്നിട്ട് ഞാൻ കള്ളം പറയുമോ എന്ന് എൻ്റെ അടുത്ത് വാപ്പ ഒരു ചോദ്യം ചോദിച്ചു. 3 മിനിറ്റോളം ഞാൻ വാപ്പാരോട് സംസാരിച്ച്. സത്യത്തിൽ ഇവളെ കാര്യം പറയാൻ കഴിഞ്ഞാലല്ലോ പാമ്പിൻ്റെ കഥ പറഞ്ഞ പോലെ പറഞ്ഞാലൊന്നും തീരൂല. കാരണം ഒരു പ്രശ്നം കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം. അത് ഇവൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി, കാരണം ഇവളൊരു കണ്ടൻറ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പം മോള് പണങ്ങിപ്പോയത് മുതലേ ഇപ്പം എന്താ പറയുക, വീഡിയോയും ലൈവും ഷോർട്ടും എല്ലാം ഇപ്പോൾ കുറച്ച് ഓവറാണ്. കാരണം നല്ലോണം പൈസ സമ്പാദിക്കുന്നുണ്ട്. അതൊരു മോളൊരു കണ്ടൻറ്റായി നിന്നത് കൊണ്ട് ഉമ്മ കുറേ സമ്പാദിച്ച്. ഇപ്പം എന്താ കേട്ടാ, ആദ്യം കഴിച്ച ഭർത്താവും ഉമ്മയായിട്ട് അവിഹിതെന്നാണ് പറയുന്നത്. ഓട്ടോയിൽ കയറിപ്പോയിന്. ഓട്ടോയിൽ കയറി പോകുമ്പോൾ ഹക്കീം എന്താ പിന്നെ അന്യപുരുഷനല്ലേ, അന്യപുരുഷൻ്റെ കൂടെയാണോ ഓട്ടോയിൽ കർട്ടൻ മറിച്ചിരുന്നിട്ടാണ് പോയിനെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഇവൾക്ക് സംശയം എന്ന് പറഞ്ഞാൽ സംശയരോഗം അങ്ങേയറ്റം എത്തിപ്പോയി. അങ്ങനെ സംശയരോഗം അങ്ങേയറ്റം എത്തിപ്പോയിക്കുന്നില്ല. കാരണം വെച്ചാൽ മൂത്ത് ഭ്രാന്താവടി.
എടി എന്തായാലും കുറച്ച് കാലമെങ്കിലും ആ ഹക്കീം നിൻ്റെ ഉമ്മാന്ന് വിളിച്ചതല്ലേ, കാരണം നിൻ്റെ ബന്ധത്തിൻ്റെ മേലിൽ. അപ്പം ഇനി അന്യ സ്ത്രീയായ നിൻ്റെ ഉമ്മ അന്യ പുരുഷൻ്റെ കൂടെ പോയിനെങ്കിൽ അതിൻ്റെ കുറ്റം നിൻ്റെ ഉമ്മ എടുത്തോട്ട്. വെറുതെ എന്തിനാ നീ ആ ഉമ്മ അഥവാ കുറ്റം ചെയ്യുന്നെങ്കിൽ ആ കുറ്റം പറഞ്ഞിട്ട് എന്തിനാ ആ ഉമ്മാൻ്റെ കുറ്റം ഇല്ലാണ്ടാക്കുന്നത്? അതുകൊണ്ട് ആ ഒരു നന്മയെങ്കിലും എനിക്ക് ചെയ്തു കൊടുത്തൂടെ. കാരണം നീ അവരെ പറ്റി കുറ്റം പറയാണ്ടിരിക്ക്. എന്നിട്ട് അവർ ചെയ്ത തെറ്റ് അവരെന്നെ ശിക്ഷ അനുഭവിക്കാൻ വിടണം. അല്ലാണ്ട് നീ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വിളമ്പിയിട്ട് അവരെ കുറ്റം കൂടി നീ ഇല്ലാതാക്കും. ഇപ്പം നിങ്ങൾ എല്ലാവരും ആ വീഡിയോയിൽ പറയുന്ന കേട്ടില്ലേ, ഉപ്പ കളവ് പറഞ്ഞു. ഉപ്പ ആദ്യം സത്യം പറഞ്ഞു, പിന്നെ കളവ് പറഞ്ഞു. ആ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മോളാന്ന് നീ. കാരണം ഒരിക്കൽ നീ ഒന്ന് പറഞ്ഞാൽ പിന്നത്തെ വീഡിയോയിൽ അത് മാറ്റി പറയും. അപ്പം എന്താ പറയുക, പണ്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, മത്തം കുത്തിയ കുമ്പളം മുളക്കും. അപ്പം അവരെ അതേ സ്വഭാവ ഗുണം തന്നെയാണ് ഇപ്പം നിന്നിലും ഉള്ളത്. പിന്നെ ഏക ഒരു പരിഹാരം, ഏതെങ്കിലും ഒരാൾ വായ് പൂട്ടി നിൽക്കും.